അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അറബിക് കാലിഗ്രഫി ചെയ്താലോ എന്ന് വിചാരിച്ചിട്ടാണ്. അതിനൊക്കെ മുന്നേ നമ്മുടെ ഒരു സബ്സ്ക്രൈബറെ പേര് പറയാം. സിയ എന്നാണ്. ഹായ് സിയ, ഹൗ ആർ യു? താങ്ക് യു ഫോർ സബ്സ്ക്രൈബിങ് മൈ ചാനൽ. അപ്പോൾ വീഡിയോയിലോട്ട് കിടക്കാം. നമ്മൾ ഈ കാലിഗ്രഫിക്ക് ചൂസ് ചെയ്തിട്ടുള്ളത് അല്ലാഹു അക്ബർ എന്നാണ്. ഫസ്റ്റ് നമ്മൾ അതിൻ്റെ ഔട്ട്ലൈനായിട്ട് ഒരു സ്കെച്ച് പെന്ന് കൊണ്ട് വരച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അല്ലാഹു അക്ബർ എന്നുള്ളത് കുറച്ച് ഒരു സ്റ്റൈലിഷ് ഫോണ്ടിലാണ് ഈ ഒരു കാലിഗ്രഫി വരുന്നത്. നമ്മൾ സാധാ ഒരു ഫോണ്ടിലല്ല, ഒരു സ്റ്റൈലിഷ് ഫോണ്ടിലാണ് വരുന്നത്. ഇനിയിപ്പോൾ കാലിഗ്രഫി അറിയാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ ഞാനൊരു ഐഡിയ പറഞ്ഞുതരാം. നമ്മൾ ഗൂഗിളിൽ ജസ്റ്റ് സെർച്ച് ചെയ്യുക അറബിക് കാലിഗ്രഫി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിൽ ഒരുപാട് ഓൺലൈനായിട്ടുള്ള ടൂൾസ് ഉണ്ടാവും. ഇങ്ങനെയൊക്കെ നമ്മുടെ പേരോ എന്തെങ്കിലും കാലിഗ്രഫി മാറ്റാൻ കഴിവുള്ളത്. അപ്പോൾ എന്നിട്ട് അത് സെലക്ട് ചെയ്ത് അങ്ങനെ ഒരു ഇമേജ് ഡൗൺലോഡ് ചെയ്തെടുത്ത് നമ്മൾ ഒരു സാധാ ഷീറ്റ്, നമ്മൾ എന്തിനാണോ വരക്കണേ ആ ഷീറ്റ് നമ്മുടെ ഫോണിൻ്റെ മുകളിൽ വെച്ച് കൊടുത്ത് അത് ട്രേസ് ചെയ്തെടുക്കുക. അങ്ങനെ വേണമെങ്കിലും എടുക്കാം കേട്ടോ. അങ്ങനെ നമുക്ക് ഈ കാലിഗ്രഫി ചെയ്യാം. അതേപോലെ അങ്ങനെ ടൈമൊന്നും ഇല്ലാത്തവർക്കും ഇതേപോലെ ചെയ്യാം കേട്ടോ. അപ്പം ഞാൻ ആദ്യം ഫുള്ള് അതിൻ്റെ ഔട്ടർ ലൈൻസ് വരച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്യാണ് ചെയ്യുന്നത്. അതിന് മുന്നേ ഞാനൊരു കാര്യം കൂടെ പറയാം. നമ്മുടെ ചാനലിൽ ഒരു ഗിവ് അവേ നടക്കുന്നുണ്ട്. അതറിഞ്ഞായിരുന്നു? നമ്മളെ ചാനലിലുണ്ട് അതിൻ്റെ വീഡിയോ, അതിൻ്റെ റൂൾസും റെഗുലേഷൻസും ഒക്കെ അതിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഞാനൊന്നും കൂടെ പറയാം. അതിൻ്റെ റൂൾസ് എന്ന് പറയുന്നത്, ഫസ്റ്റ് റൂള് മസ്റ്റായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കണം. എന്തായാലും സബ്സ്ക്രൈബ് ചെയ്തിരിക്കണം. രണ്ടാമത്തെ റൂള് എന്ന് പറയുന്നത് നമ്മൾ കമൻറ്റ് ചെയ്യണം. ഒന്നുകിൽ മീനിങ് ആയിട്ടുള്ള തോട്ട്ഫുൾ ആയിട്ടുള്ള എന്തെങ്കിലും കമൻസ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒക്കെ ഒരു കമൻസ്, അല്ലെങ്കിൽ നിങ്ങളുടെ പേരോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് അത്. പക്ഷെ ആ വീഡിയോക്ക് താഴെ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. ഞാനൊരു ഗിവ് അവേൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. ആ വീഡിയോവിൻ്റെ താഴെയുള്ള കമൻറ്റ് സെക്ഷനിൽ മാത്രമേ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതാണ് സെക്കൻഡ് റൂള് എന്ന് പറയുന്നത്. തേർഡ് റൂള് എന്ന് പറയുന്നത്, നിങ്ങൾ മസ്റ്റായിട്ട് ഈ വീഡിയോ ഷെയർ ചെയ്തിരിക്കണം ആർക്കെങ്കിലും. അതാണ് തേർഡ് റൂള് വരുന്നത്. മെയിനായിട്ടുള്ള റൂൾസ് അത്രേ ഉള്ളൂ. അഡീഷണൽ ആയിട്ടുള്ള റൂൾസ് ഞാൻ അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ആ വീഡിയോക്ക് താഴെ കമൻറ്റിലും ഡിസ്ക്രിപ്ഷനിലൊക്കെ ആയിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ വിന്നർ നമ്മൾ അത്രയും എക്സൈറ്റഡ് ആയിട്ടുള്ള പ്രൈസും അമേസിങ് ആയിട്ടുള്ള പ്രൈസും കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ നോക്കണം. എല്ലാവർക്കും പങ്കെടുക്കാൻ പറ്റുന്ന വിധത്തിലാണ് അതിൻ്റെ റൂൾസ് വെച്ചിട്ടുള്ളത്. ചെറിയ കുട്ടികൾക്കും അതേപോലെ മുതിർന്നവർക്കും ഒരുപോലെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുന്ന വിധത്തിലാണ് ആ ഒരു ഗിവ് അവേ വെച്ചിട്ടുള്ളത്. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ഈ ഗിഫ്റ്റ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ചിലപ്പോൾ ചെറിയ കുട്ടികളെ ഈ കാരണം, ചിലപ്പോൾ മുതിർന്ന ആളുകളെ ഈ കാരണം, അതിനനുസരിച്ചായിരിക്കും നമ്മൾ ഗിഫ്റ്റ് പ്ലാൻ ചെയ്യുന്നത്. അതെന്തായാലും ഭയങ്കര വേർത്തി ആയിട്ടുള്ള ഗിഫ്റ്റായിരിക്കും. അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ വരുന്ന വീഡിയോയിൽ അനൗൺസ് ചെയ്യുന്നതായിരിക്കും. അപ്പം നിങ്ങൾ ആ ഗിവ് അവേയിലൊന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ നോക്കണം. അപ്പം നമുക്കിനി നമ്മുടെ വീഡിയോയിലോട്ട് പോവാം. ഞാനിപ്പോൾ ഇത് ഫുള്ളായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഏകദേശം ഒരു ഹാഫായി ഫില്ലിങ്ങിന്. ഈ കാലിഗ്രഫി ഫില്ല് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ, അതിൻ്റെ കാലിഗ്രഫിക്ക് ഏറ്റവും ഭംഗി കൂടെ എങ്ങനെയെന്ന് വെച്ചാൽ, അതിൻ്റെ ഓരോ എഡ്ജസ് ഉണ്ടാവില്ലേ, അതിൻ്റെ ഓരോ എഡ്ജസ് ഫൈൻ ലൈൻസ് ആയിട്ട് വരുമ്പോഴാണ് അതിൻ്റെ ഭംഗി കൂടുക. അപ്പോൾ നമ്മൾ ചിലപ്പോൾ സ്കെച്ച് പെന്ന് യൂസ് ചെയ്യുമ്പോൾ അത്ര ഒരു ഫൈൻ ലൈൻസ് നമുക്ക് കിട്ടണമെന്നില്ല. അതല്ലാതെ വേറെ ടൈപ്പ് പെൻസ് ഉണ്ട്, കുറച്ച് ഫൈൻ ലൈൻസ് കിട്ടാൻ ഇങ്ങനെ കാലിഗ്രഫിക്ക് യൂസ് ചെയ്യുന്നതായിട്ട് ചില പെൻസ് ഉണ്ട്. ആ പെൻസിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പിന്നെ ഒരു വീഡിയോയിൽ പറയാം. അപ്പോൾ അത് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഫൈൻ ലൈൻസ് ആയിട്ട് കിട്ടും. ഇതിപ്പോൾ ഞാൻ സ്കെച്ച് പെന്നാണ് യൂസ് ചെയ്യണത്. അപ്പോൾ നമ്മൾ വിചാരിച്ച അത്ര ഒരു ഫൈൻ ലൈൻസ് നമുക്ക് കിട്ടിക്കൊള്ളണമെന്നില്ല കേട്ടോ. അപ്പോൾ
നല്ല ഇതിനായിട്ട് യൂസ് ചെയ്യുന്ന പെൻസൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളടുത്ത് അതൊന്നും ഇല്ലല്ലോ, അപ്പോൾ നമ്മൾ സ്കെച്ച് പെന്ന് യൂസ് ചെയ്യണം. പിന്നെ എൻ്റെ വേറൊരു സംശയമാണ് ഈ വീഡിയോസ് ആരൊക്കെ കാണുന്നുണ്ടെന്ന്. ആരൊക്കെ കാണുന്നുണ്ട്? ചെറിയ കുട്ടികളാണോ കാണുന്നത് അതോ മുതിർന്ന ആൾക്കാരാണോ കാണുന്നത്? ആരൊക്കെ കാണുന്നുണ്ടെന്ന് എനിക്ക് ഭയങ്കര ക്യൂരിയോസിറ്റിയാണ്. അപ്പോൾ നിങ്ങൾ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ, അല്ലെങ്കിൽ ലൈക്കോ കമൻറ്റ് ഇട്ടാൽ മതി. നിങ്ങളുടെ പേര് കമൻറ്റൊക്കെ ഇട്ടാൽ ഓൾറെഡി പേര് കമൻറ്റ് നമ്മൾ പറയുന്നുണ്ട്, അപ്പോൾ പേര് വേണ്ട. അപ്പോൾ വേറെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് നിങ്ങൾ കമൻറ്റ് ഇടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ മനസ്സിലാവും ആരൊക്കെ വീഡിയോ കാണുന്നുണ്ട്. നമുക്കൊരു സന്തോഷമല്ലേ ആരൊക്കെ കാണുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ഇടണം. അതേപോലെ അത്രേ ഉള്ളൂ. ഇപ്പോൾ മറ്റേ ഫൈൻ ലൈൻസൊക്കെ വരച്ച് ഞാൻ ഏകദേശം കംപ്ലീറ്റ് ആവാറായിട്ടുണ്ട്. എൻ്റെ കാലിഗ്രഫി ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയി. ഇനി നമ്മൾ ഇതെന്താ ചെയ്യാന്ന് വെച്ചാൽ പിന്നെ ഇങ്ങനെ ചെയ്ത സാധനങ്ങൾ ഓരോ ഫ്രെയിമിലൊക്കെ ആക്കി വെച്ചാൽ മാത്രമേ ഇത് കുറച്ചും കൂടെ ഭംഗിയായിട്ട് കിട്ടുള്ളൂ, നമുക്ക് കാണാൻ കുറച്ചും കൂടെ ഭംഗി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മളൊരു അറബിക് കാലിഗ്രഫിയാണ് ചെയ്തത്, അല്ലാഹു അക്ബർ എന്ന് വെച്ചിട്ട്. അപ്പോൾ ഇന്നത്തെ സബ്സ്ക്രൈബറെ നെയിം സിയ എന്നായിരുന്നു. നല്ല പേരല്ലേ സിയ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാതെ പോകരുത്, സബ്സ്ക്രൈബ് ചെയ്യണം. അതേപോലെ ലൈക്ക് ചെയ്യണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യണം. അപ്പോൾ അത്രേ ഉള്ളൂ. ബൈ, സീ യു.